ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാപാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ഡിസംബർ മാസ ഫലമാണ്. 2024 ഈ മാസത്തോടുകൂടി കടന്നു പോവുകയാണല്ലോ. ഈ അവസരത്തിൽ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസത്തിൽ വന്നു ചേരാൻ പോകുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് ഡിസംബർ മാസത്തിൽ പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വ്യാഴം മേടം രാശിയിലും കർക്കിടകം രാശിയിൽ ചൊവ്വായും, കേതു കന്നി രാശിയിലും മീനത്തിൽ രാഹുവും, ശനി കുംഭം രാശിയിലും നിൽക്കും. ബുധൻ വൃശ്ചികത്തിലും ശുക്രൻ ധനു രാശിയിലും. 15 ദിവസം കഴിയുമ്പോൾ വൃശ്ചികം രാശിയിൽ നിന്ന് 15 ദിവസം ധനു രാശിയിലേക്ക് മാറുന്നുമുണ്ട്. അങ്ങനെയാണ് ആദിത്യന്റെ സ്ഥിതി. ചന്ദ്രൻ പൊതുവെ പക്ഷബലം കുറഞ്ഞും കൂടിയും സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ എല്ലാം മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. അതായത് ചന്ദ്രൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് 2.25 ദിവസം സഞ്ചരിക്കുമ്പോൾ കേസരി യോഗം അനുഭവിക്കുന്നു. അത് ഈ ധനസ്ഥാനത്തായതിനാൽ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം മേടം രാശിക്കാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഭാഗ്യഭാവത്തിന്റെ അധിപൻ കൂടിയാണല്ലോ വ്യാഴം ഈ മേടം രാശിക്കാർ. അത് ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ധനഭാഗ്യമുണ്ടാകും. തൊഴിൽ ചെയ്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായ ഒരു വൻ തുക കൈപ്പറ്റുന്നതിന് സാധിക്കും. അത് ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യമാകാം. അതുമല്ല എങ്കിൽ കുടുംബപരമായിട്ടുള്ള സമ്പത്ത് വന്നു ചേരുന്നതിനോ സ്വന്തം പേരിൽ വന്നു ചേരും. ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ, അതുമല്ല എങ്കിൽ സുഹൃത്തുക്കൾ ഒരു സഹായങ്ങൾ ചെയ്യുകയോ, ബാങ്ക് മുഖാന്തരം കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയാകുകയോ, ദീർഘനാളുകളായിട്ട് അടച്ചുകൊണ്ടിരുന്ന ചിട്ടി കുറി വീഴണോ, എങ്ങനെയെങ്കിലും ഒരു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം മേടം രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ ഉണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ മാറി തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരും. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കായാലും, അതുപോലെ തന്നെ മറ്റ് ഊഹാപോഹ കച്ചവടങ്ങളിലോ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ട് നിൽക്കുന്നവർക്ക് ഒരു വലിയ വിജയം വന്നു ചേരുവാൻ യോഗമുള്ള കാര്യം. ബ്രോക്കറിംഗ് കാര്യമായാലും മറ്റ് ഗവൺമെന്റ് ജോലിയിൽ ഉള്ളവർക്കും, പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും, അധ്യാപകർക്കും മറ്റ് സർക്കാർ ജീവനക്കാർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. കൃഷി രംഗത്ത്, കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൃഷിയിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അത് മുഖാന്തരം നല്ല വിളകൾക്ക് നല്ല വില ലഭിക്കുകയും അങ്ങനെ ധനാഗമന യോഗം സൂചകമാണ്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും ഒക്കെ സഹായത്തിന് ഉണ്ടാവും. സ്വന്തം പേരിൽ ഒരു ഭൂമി വന്നു ചേരുവാൻ ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതായത് ചൊവ്വ ബലവാനായിട്ട് 4-ാമിടത്ത് സ്ഥിതി ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടുന്നതിനുള്ള ഒരു സാഹചര്യവും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് കാണുന്നുണ്ട്. ഭാഗ്യാധിപൻ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു നഷ്ടഭാവത്തിലേക്ക്. അപ്പോൾ നഷ്ടങ്ങളൊക്കെ നികന്ന് കടങ്ങളൊക്കെ വീടി ഒരു സന്തോഷം വന്നു ചേരുവാനുള്ള ഒരു കരം. അത് ഇന്ന കാര്യത്തിൽ എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്ന് കടം വീടുവാനാണ് യോഗം. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായ കാര്യം.
ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ഒരു മാസം. ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതായത് വിദ്യാഭാവത്തിൻ്റെ അധിപൻ ആയിരിക്കുന്ന ഗ്രഹം ബലവാനായിട്ട് വരുന്ന ഒരു മാസം. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും വിജയിക്കുക, അതായത് നല്ല സ്കോർ ചെയ്ത് വിജയിക്കുക. വിദേശത്ത് പോകുന്നതിനുള്ള ടെസ്റ്റുകളായാലും സ്വദേശത്ത് ജോലിക്കായിട്ടുള്ള ടെസ്റ്റുകളായാലും മറ്റ് ഉപരിപഠനത്തിന് പോകുന്നതിന് ആവശ്യമായ ടെസ്റ്റുകളിലും പരീക്ഷകളും ഒക്കെ എഴുതുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ പഠിച്ച് ഒക്കെ ചെയ്യുന്നവർക്ക് അതിന് നല്ല വിജയവും വന്നു ചേരുന്ന കാലം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. അധിക ചെലവുകളൊന്നും സൂചകമല്ല. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം സ്ഥിരമായി ജപിക്കുന്നതും ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതുപോലെ തന്നെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും കൂടി ചെയ്യുക. അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഭാഗ്യാവസ്ഥകൾ വർദ്ധിക്കുവാൻ നല്ലതാണ്. ഭാഗ്യഭാവത്തിന്റെ അധിപനാണല്ലോ മേടം രാശിക്കാർക്ക് വ്യാഴം, സർവീസിലകാരകനായിരിക്കുന്ന വ്യാഴത്തിന്റെ പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുക. അതൊക്കെ ശ്രേയസ്സും യശസ്സും വിജയവും ധനവും കൊണ്ടെത്തും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് അങ്ങനെ വരുവാനുള്ള കാരണങ്ങൾ എന്ന് നോക്കുവാൻ, ജാതകം നോക്കുന്നതിനൊക്കെ അവസരമുണ്ടായി. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.